ഓക്കെ, സോ ഈ വർഷം ഏറ്റവും കൂടുതൽ ഹൈപ്പും ഏറ്റവും കൂടുതൽ ബിൽഡപ്പോട് കൂടി ഇറങ്ങിയ ഫോൺസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താലും അതിലെന്തായാലും ഫസ്റ്റ്, എസ്പെഷ്യലി ആൻഡ്രോയിഡ് ഫോണുകളുടെ ലിസ്റ്റ് എടുത്താലും എന്തായാലും ആ ലിസ്റ്റിൽ ഫസ്റ്റ് ആയിരിക്കും നമ്മുടെ വൺ പ്ലസ് നോഡ്. അത്രമാത്രം ബിൽഡപ്പും ഹൈപ്പാണ് വൺ പ്ലസ് കൊടുത്തത്. ഒരുപാട് സംഭവങ്ങൾ വൺ പ്ലസ് വാഗ്ദാനം ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ഒക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വൺ പ്ലസ് നോഡിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. നിങ്ങളിത് വാങ്ങണോ വേണ്ടയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൺ വാങ്ങണോ, ആ ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വൺ പ്ലസ് നോഡിൻ്റെ ഫൈനൽ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ നമുക്ക് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോരോ കാറ്റഗറി വൈസ് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ആണ് ഡിസൈൻ. സത്യം പറഞ്ഞാൽ ഡിസൈനിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല. വളരെ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ബിൽഡും ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ് വൺ പ്ലസ് നോഡ്. കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീലും പിന്നെ അതങ്ങനെ നോക്കുമ്പോഴും ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് വൺ പ്ലസ് നോഡിൽ നിന്ന്. പിന്നെ ഡിസൈനും ബിൽഡിൻ്റെ കാറ്റഗറിയിൽ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു കോമ്പാക്റ്റ് ഫീല്. ഓക്കെ, അത്രയും വലിയ ഫോണല്ല, ചെറിയ ഫോണാണ്. 6.4 ഇഞ്ചിനാണ് ഡിസ്പ്ലേ. അതുകൊണ്ട് തന്നെ നല്ല കോമ്പാക്റ്റ് ഫീൽ ഉണ്ട്. പ്ലസ് ലൈറ്റ് വെയ്റ്റുമാണ്. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ്. 184 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. സോ നല്ല രീതിയിൽ വൺ ഹാൻഡ് ഫോൺ തന്നെയാണ് വൺ പ്ലസ് നോഡ്. കണ്ടാൽ മെറ്റൽ ആണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 30,000 ആണ്. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ എന്തായാലും അലൂമിനിയൻ്റെ ഒരു ഫ്രെയിം നിർബന്ധമാണ്. 30,000 പ്രൈസ് റേഞ്ച്. കാരണം ബാക്കി എല്ലാം കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. പക്ഷേ അതേ സമയത്ത് ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു ബ്ലൂ മാർബിൾ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇത് നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. നോർമലി എല്ലാവരും ശ്രദ്ധിക്കും ഈ ഒരു ബ്ലൂ, നല്ലൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മെറ്റൽ ഫ്രെയിമിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ നല്ലൊരു ബിൽഡാണ്. കൈ പിടിക്കുമ്പോഴും ആ ഒരു ബിൽഡ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പ്രീമിയം ലുക്കും പ്രീമിയം ഫീൽ എല്ലാം കിട്ടുന്നുണ്ട് ഈ ഒരു വൺ പ്ലസ് നോഡിൻ്റെ ഡിസൈനിൽ നിന്ന്. നോർഡിൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ വളരെ നല്ലൊരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. HDR 10+ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ HDR 10+ സപ്പോർട്ട്, സ്പെഷ്യലി നെറ്റ്ഫ്ലിക്സിലൊക്കെ നിങ്ങൾക്ക് HDR നെറ്റ്ഫ്ലിക്സ് ആയാലും യൂട്യൂബ് ആയാലും നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ കഴിയും. പിന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ ഓൺലൈൻ സ്ട്രീം ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നോർമലി ഒരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേയിൽ വരുന്ന ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ്, ഡീപ്പ് ബ്ലാക്സ്, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നല്ല ഫാസ്റ്റും സെക്യൂർ ആയ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് നോഡിൽ. സോ അതിലൊരു സംശയം വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. നല്ല ഫാസ്റ്റും സെക്യൂർ തന്നെയാണ്. ചെറിയൊരു ആനിമേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ആനിമേഷൻ വരും. ആ ആനിമേഷൻ വരുന്നുണ്ട് ചിലർക്കൊക്കെ തോന്നാറുണ്ട് സ്ലോ ആണെന്ന്. പക്ഷേ സ്ലോ എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് സ്ക്രീൻ തന്നെയാണ്. പുറത്തൊക്കെ കൊണ്ടുപോയി നിങ്ങൾ വായിക്കാൻ നോക്കിയാലും ടെക്സ്റ്റൊക്കെ നല്ല ക്ലിയർ ആണ്, ഒരു പ്രശ്നമില്ല. ഒരു പൊടിക്കും കൂടി ബ്രൈറ്റ്നെസ് ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. സൂപ്പർ ആംലോഡ് ആയതുകൊണ്ട് നല്ല വ്യൂവിങ് ആംഗിളും കിട്ടുന്നുണ്ട്. അങ്ങനെ ടിൻഡിങ് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ആ ഒരു ഇഷ്യൂ അല്ലേ, ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയില്ല. കാരണം എനിക്ക് അങ്ങനത്തെ പേഴ്സണലി ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയില്ല. ഒബ്വിയസ്ലി ഓഫ് കോഴ്സ് നിങ്ങൾ മറ്റൊരു ഫോണിൻ്റെ ക്യാമറ വെച്ച് ഇങ്ങനെ നോക്കി കറക്റ്റ് ആ ഒരു ഗ്രേ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് നോക്കാൻ ശ്രമിച്ചാൽ ആ ഒരു ടിൻഡ്, ചെറിയ രീതിയിൽ ഗ്രീൻ ഓറഞ്ച് ടിൻഡ് കിട്ടുന്നുണ്ട്. പക്ഷേ നോർമലി ഒരു സൂപ്പർ ആംലോഡ്, മോസ്റ്റ്ലി എല്ലാ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേയിൽ ചെറിയൊരു ടിൻഡ് എന്തായാലും കാണും. ഇത് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ എനിക്ക് അത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. അത് നല്ല രീതിയിൽ എനിക്ക് തോന്നിയത് കുറച്ച് കൂടുതലാണ് നമ്മൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ. സ്പെഷ്യലി ഫോൺ ക്യാമറ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും എടുത്ത് കാണിക്കും. നോർമലി യൂസ് ചെയ്യുമ്പോൾ അതൊന്നും വരികയില്ല. നിങ്ങൾ രാത്രിയൊക്കെ കിടന്ന് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരത്തില്ല. അത് ഒരിക്കലും നിങ്ങളുടെ തലയിൽ ആ സംഭവം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയില്ല. സോ എനിക്കതൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാവരും അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻ്റർനെറ്റിൽ കംപ്ലീറ്റ് ഷെയർ ആയതുകൊണ്ട് വൺ പ്ലസ് ഒരു അപ്ഡേറ്റ് അയച്ച് അതിൻ്റെ ഈ ഒരു വൺ പ്ലസ് നോഡിൻ്റെ മിനിമം ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്. സോ ഇത് അപ്ഡേറ്റ് അയക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ കുറവായിരുന്നു മിനിമം ബ്രൈറ്റ്നസ്. ഇപ്പോൾ ലേശം കൂട്ടിയിട്ടുണ്ട്. ഒരു 10 to 15% കൂട്ടിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് അറിയാനുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഫുൾ ഇരുട്ടുള്ള മുറിയിൽ രാത്രി സ്പെഷ്യലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ബ്രൈറ്റ്നസ് കൂടുതലാണെന്ന് തോന്നും. എനിക്ക് തോന്നിയിരുന്നു. ഞാൻ എന്തായാലും M51 വൺ പ്ലസ് നോഡും ലീസ്റ്റ് ഏറ്റവും മിനിമം ബ്രൈറ്റ്നസ്സിൽ സൈഡ് ബൈ സൈഡ് വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്. ആ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഡിസൈൻ്റെ കാറ്റഗറിയിൽ പറഞ്ഞതുപോലെ ഡിസ്പ്ലേയിലും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 90 Hz ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് സ്റ്റക്കോ ലാഗോ ഒന്നും ഫീൽ ആവത്തില്ല. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ HDR വീഡിയോസ് കാണാൻ കഴിയുന്നുണ്ട്. വൈഡ് വൺ L1 സപ്പോർട്ട് ഉണ്ട്. സോ എല്ലാം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്.
നോ ഇഷ്യൂസ് വിത്ത് ദ ഡിസ്പ്ലേ. നെക്സ്റ്റ് നമുക്ക് വൺ പ്ലസ് നോട്ടിൻ്റെ പെർഫോമൻസ് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ്? ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765G ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇപ്പം പ്രീമിയം മിഡ് റേഞ്ച് ചിപ്സെറ്റായി മാറിയിരിക്കുകയാണ് 765G. പക്ഷേ എന്നാലും ഈ ഒരു 25,000 to 30,000 കാറ്റഗറിയിൽ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. K20 Proയിൽ സ്നാപ്ഡ്രാഗൺ 855 ഉണ്ട്, റിയൽമി X3യിൽ 855+ ഉണ്ട്, അതേ രീതിയിൽ റിയൽമി X2 Proയിലും 855+ ഉണ്ട്. സോ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ എന്തായാലും ഇതിനേക്കാളും ബെറ്റർ ചിപ്സെറ്റ് കിട്ടും. പക്ഷേ 765G ആണെങ്കിലും അങ്ങനെ പെർഫോമൻസിൻ്റെ കാറ്റഗറിയിൽ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നുകയില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഡേ ടു ഡേ പെർഫോമൻസിൽ ലാഗും ഗ്ലിച്ചും ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, അതായത് ഫോൺ വിളിക്കാനും വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ മോഡറേറ്റ് ലെവൽ ഗെയിമിംഗ് ആണ്, നല്ല ഗെയിമിംഗ് ചെയ്യാൻ കഴിയും, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടോപ്പ് ലെവൽ ഗെയിമിംഗ് എന്തായാലും ഇതിൽ പറ്റത്തില്ല, ഒരു മീഡിയം ലെവൽ ഗെയിമിങ്ങേ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു പരിപാടി മതിയെങ്കിൽ ഇനഫാണ് ഇതിൻ്റെ പെർഫോമൻസ്. പ്ലസ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ സോ ഇതിൽ നല്ല സ്മൂത്തായിട്ട് എല്ലാം വർക്കാവുന്നുണ്ട്. UI ഒക്കെ വളരെ സ്മൂത്താണ്. ഒബ്വിയസ്ലി വൺ പ്ലസിൻ്റെ ഓക്സിജൻ OS ആണ് കിട്ടുന്നത്. സോ വളരെ ലൈറ്റ് വെയ്റ്റും വളരെ സ്മൂത്തും, പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചർ ഇല്ല, ആവശ്യമുള്ള കസ്റ്റമൈസേഷൻ ഫീച്ചർ എല്ലാം കിട്ടുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വൺ പ്ലസ് നോട്ടിൽ നിന്ന് കിട്ടുന്നത്. വളരെ റിലയബിൾ ആയ ഒരു UI ആണ് വൺ പ്ലസിൻ്റെ ഈ ഒരു ഓക്സിജൻ OS. കാരണം ബ്ലോട്ട്വെയർ ഇല്ല, പ്ലസ് ഈ ആഡുകളുടെ ശല്യമില്ല. സോ ആ ഒരു സംഭവം ഇതിൻ്റെ അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, ഒരു ഓൾറൗണ്ട് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇനി ഒബ്വിയസ്ലി ചിപ്സെറ്റ് ഏറ്റവും സ്ട്രോങ്കസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയ ചിപ്സെറ്റ് അല്ല. പക്ഷേ നമ്മൾ ഇപ്പം ഒരു ഐഫോണിൻ്റെ എക്സാമ്പിൾ എടുത്താൽ, iPhone 11 ആയാലും ഇപ്പോൾ വരാൻ പോകുന്ന 12 ആയാലും അത് ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ആരും അതിൻ്റെ പെർഫോമൻസിൻ്റെ മാക്സിമം ഒന്നും യൂസ് ചെയ്യാറില്ല. ഗെയിംസൊക്കെ നിങ്ങൾ ഒരുപാട് കളിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു പെർഫോമൻസിൻ്റെ മാക്സിമം, എല്ലാവരും മിക്ക ആൾക്കാരും നോർമൽ യൂസിന് വേണ്ടിയാണ് വാങ്ങുന്നത്. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതേ രീതിയിൽ വൺ പ്ലസ് നോട്ടിലും ടോപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ പ്രൊസസ്സറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം നോക്കുകയാണെങ്കിൽ വേറെ ബെറ്റർ ഫോൺസ് ഉണ്ട്. ഞാൻ നോർമലി RAM സ്റ്റോറേജും വേരിയൻസ് ഒക്കെ പെർഫോമൻസിൻ്റെ കാറ്റഗറിയിലാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു വേരിയൻസിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ സംസാരിക്കാം. കാരണം ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. 6GB 64GB 8GB 128GB പിന്നെ 12GB 256GB ആണ് ഇതിൻ്റെ 3 ഓപ്ഷൻസ്. ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ 6GB 64GB ഫസ്റ്റ് സെയിലിൽ ഇല്ലായിരുന്നു. സോ ഇറങ്ങിയ മാസം അതില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ അതാണ് എടുക്കാൻ ആഗ്രഹിച്ചത്. 6GB 64GB കിട്ടാത്തതുകൊണ്ടാണ് 8GB 128GB എടുത്തത്. കാരണം 6GB ആയാലും 8GB ആയാലും അത്രയും വലിയ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആർക്കും അത് ഫീൽ ചെയ്യാൻ കഴിയില്ല, ആ ഒരു ഡിഫറൻസ്. സോ ഞാൻ ടാർഗറ്റ് ചെയ്തത് 6GB 64GB ആണ്. പക്ഷേ അത് കിട്ടിയില്ല. പക്ഷേ എന്തായാലും അൺബോക്സ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ 8GB 128GB വാങ്ങിയത്. പക്ഷേ 6GB 64GB വാങ്ങിയാലും ചിലപ്പം പെടും. പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടില്ല. ഡെഡിക്കേറ്റഡ് ആയ കാർഡ് സ്ലോട്ട് പോട്ടെ, ഹൈബ്രിഡ് പോലും ഇല്ല. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോൺ സ്റ്റോറേജ് കൂട്ടാൻ കഴിയില്ല. അത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് എന്തായാലും 6GB 128GB സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാം ഫോർ എക്സാമ്പിൾ M31s ആണെങ്കിലും റിയൽമി 7 Pro ആണെങ്കിലും എല്ലാം 6GB 128GB ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെയും കൊടുക്കാമായിരുന്നു. കാരണം അപ്പം പ്രീമിയം മിഡ് റേഞ്ച് ആണ്, സ്റ്റിൽ മിഡ് റേഞ്ചിൻ്റെ തന്നെയാണ് റാമും അതുള്ളത്. ഫോൺ സ്റ്റോറേജ് LPDDR4X ആണ് റാം, UFS 2.1 ആണ് സ്റ്റോറേജ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ടോപ്പ് മോഡലിൽ ഒന്നെങ്കിൽ UFS 3.0 അല്ലെങ്കിൽ LPDDR5 റാം കൊടുക്കാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 6GB 64GB വേരിയൻറ്റ് വാങ്ങിയാൽ, ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്, ആ ഒരു വേരിയൻറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല ഇതിൻ്റെ ഫോൺ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി. സോ 64GB ഫിക്സ്ഡ് ആണ്. പ്ലസ് അതിൻ്റെ എല്ലാം ഫുൾ 64GB കിട്ടത്തില്ല, 10-12GB എന്തായാലും ഇതിൻ്റെ OSൽ പോകും. സോ അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയേ കിട്ടുള്ളൂ. സോ അതനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ചോളൂ. നെക്സ്റ്റ് കാറ്റഗറിയാണ് ക്യാമറ. എല്ലാവരും പറയുന്നത് ഡിസ്പ്ലേ ആണ് ഏറ്റവും കോൺട്രവേർഷ്യൽ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റഗറി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കോൺട്രവേർഷ്യൽ ആയ ഒരു ഫീച്ചർ ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഫുൾ കുറ്റവും വൺ പ്ലസിൻ്റെ മേളിൽ നമുക്ക് കൊടുക്കാം. കാരണം ആ രീതിയിലുള്ള ഹൈപ്പായിരുന്നു സ്പെഷ്യലി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച്. സോ ഫ്ലാഗ്ഷിപ്പ് ക്യാമറയാണ്, ഫ്ലാഗ്ഷിപ്പ് സെൻസർ ഉണ്ട്. OnePlus 8ൻ്റെ എക്സാക്ട്ലി സെയിം സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെൻസർ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലേ? സെൻസർ കൊണ്ട് മാത്രം കാര്യമില്ല. സെൻസറിലും ഉണ്ട് കാര്യം, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സെൻസർ കൊണ്ട് മാത്രം നല്ല ഫോട്ടോസ് കിട്ടില്ല. ഇതിനുള്ള ISP, സോ അതിൽ 865 ചിപ്സെറ്റാണ് OnePlus 8ൽ, ഇതിൽ 765 ആണ്. അതിൻ്റെ പരിമിതികളുണ്ട്. സെക്കൻഡാണ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. എന്തായാലും 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിലുള്ളത്. മെയിൻ ക്യാമറ നല്ലത് തന്നെയാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സോ നിങ്ങൾ മെയിൻ ക്യാമറ വെച്ച് ഫോട്ടോസ് എടുത്താൽ നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, നല്ല കളേഴ്സൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. സ്കൈ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫോട്ടോസിൽ വരുന്നുണ്ട്. പക്ഷേ ലൈറ്റ് കുറയും തോറും ഫോട്ടോൻ്റെ ക്വാളിറ്റിയും കണ്ടമാനം കുറയുന്നുണ്ട്.
സോ ഫോർ എക്സാമ്പിൾ ഇൻഡോർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സോഫ്റ്റ്നെസ് വരുന്നുണ്ട് ആ ഒരു ഇമേജിൽ. അത്രയും ഷാർപ്പ് ക്രിസ്പായ ഇമേജ് അല്ല കിട്ടുന്നത്. സെയിം സംഭവമാണ് അൾട്രാ വൈഡിലും. പ്ലസ് അൾട്രാ വൈഡ് 8 മെഗാ പിക്സലിൻ്റെ മാത്രമാണ് ഇപ്പം. ബാക്കി ഇപ്പം M51 പോലും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്. മെഗാ പിക്സലിൽ കാര്യമില്ല, പക്ഷേ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, എസ്പെഷ്യലി അൾട്രാ വൈഡ് ആണെങ്കിൽ. സോ കുറച്ചുകൂടെ എസ്പെഷ്യലി ഒരു 12 മെഗാ പിക്സലിൻ്റെ എങ്കിലും കൊടുക്കാമായിരുന്നു. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് മിഡ് റേഞ്ച് അൾട്രാ വൈഡ് ആണ്. ഇത് പ്രീമിയം മിഡ് റേഞ്ച് ഫോണല്ലേ, ഓൾമോസ്റ്റ് 30,000 ഫോണാണ് ഇത്. ഇതിൽ മാക്രോ 2 മെഗാ പിക്സലാണ്, ഡെപ്ത് 5 മെഗാ പിക്സലാണ്. ഞാൻ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ സംഭവമാണ് യൂസ്ലെസ് ആണ് മാക്രോ ക്യാമറ. മാക്രോൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ യൂസ്ലെസ് ആണ്. ആ ഒരു അൺബോക്സിങ് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 2-3 അപ്ഡേറ്റ്സ് വന്നിരുന്നു. മാക്രോ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, ഇപ്പോഴും യൂസ്ലെസ് തന്നെയാണ്. സോ ഒരു മാറ്റവും ഇല്ല. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ, സോ ഞാനിപ്പം ഈ സ്റ്റുഡിയോയിൽ ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് ഒരു മാക്രോ എടുത്താൽ ഓക്കെയാണ്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പുറത്തൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹേസി ആയിട്ട് ഒരു ക്ലാരിറ്റി ക്രിസ്മസ് ഒന്നും ഇല്ലാത്ത ഒരു മാക്രോസ് ആണ് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം 2 മെഗാ പിക്സലിൻ്റെ സെൻസറിൽ അതുകൊണ്ടാണ്. പക്ഷേ പോക്കോ X2 2 മെഗാ പിക്സലിൻ്റെ എത്ര നല്ല മാക്രോസ് ആണ് കിട്ടുന്നത്. ഞാൻ ഷെയർ ചെയ്തിരുന്നു, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോ എടുത്തിരുന്നു, നല്ല മാക്രോ ആണ് കിട്ടിയത്. സോ അതിൻ്റെ ഒരു പകുതി പോലും ഇതിൽ കിട്ടുന്നില്ല. എല്ലാ ക്യാമറകളും ഇത്ര എടുത്ത് പറയാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽഡപ്പിൻ്റെ ഹൈപ്പാണ്. ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് അല്ല കിട്ടുന്നത്. സോ അത് ഏറ്റവും ഫസ്റ്റ് ക്ലിയർ ചെയ്യട്ടെ, ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് അല്ല കിട്ടുന്നത്. പ്രൈമറി ക്യാമറ ഒരു പരിധി വരെ ഓക്കെ, ഗുഡാണ്, ഡീസൻ്റ് ആണ്. ബാക്കി ക്യാമറസൊക്കെ ആവറേജ് പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. വീഡിയോൻ്റെ കാറ്റഗറി നോക്കിയാൽ 4K 30 FPS ആണ് ബാക്ക്. ഫ്രണ്ടിൽ പിന്നെ ബാക്കിൻ്റെ മെയിൻ ക്യാമറയിൽ OIS ഉണ്ട് കേട്ടോ. സോ OISൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ 2 ക്യാമറാസാണ് ഉള്ളത്. ഒന്ന് ഫസ്റ്റാണ് 32 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൽഫി ക്യാമറ, സെക്കൻഡാണ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. ഓക്കെയാണ്, ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഇതിലും അതേ പ്രോബ്ലം ഉണ്ട്, ഇൻഡോറിൽ എടുക്കുമ്പോഴേക്കും ലൈറ്റ് കുറഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റായി പോകും ഇമേജസ് ഒക്കെ, നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നുണ്ട്. ഞാൻ ഒരു സെയിം ലൈറ്റിങ്ങിൽ ഇതും പിന്നെ M51 വെച്ച് രണ്ടിൻ്റെയും സെൽഫി ക്യാമറ വെച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതും 2 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. സോ ഈ 6 ക്യാമറയുടെ സെറ്റപ്പ് ഒഴിവാക്കി, 6 എന്ന് പറയുമ്പോൾ ഈ 4+2 ആണ്. ഓക്കെ, സോ ഈ 6 ഒഴിവാക്കി 4 ക്യാമറാസ് മതി. ഇവിടെ 3, ഇവിടെ വരണം. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്രോസസ്സിങ്, നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കിട്ടിയാൽ അത്രയും മതി. സോ ഈ ഒരു കൂടുതൽ ക്യാമറ കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം OnePlusന് ഇല്ലായിരുന്നു. പക്ഷെ നല്ലൊരു സെൻസർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിൽ ക്യാമറ ടു APIൻ്റെ ഫീച്ചർ ഉണ്ട്, എനേബിൾഡ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് വളരെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. ഇതിലുള്ളത് 4115 mAhൻ്റെ ബാറ്ററിയാണ്. അത് അങ്ങനെ കൊടുത്തതില്ല, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നേരെ 4200 mAhൻ്റെ ബാറ്ററിയും കൊടുത്താൽ പോരായിരുന്നു. പക്ഷെ എന്തായാലും അപ്രോക്സിമേറ്റ്ലി 4000 mAhൻ്റെ ആയതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഇത് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും. കാരണം 4500 mAhൻ്റെ ബാറ്ററിയുള്ള ഫോൺസൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നില്ല. സോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഡൗട്ട് ക്ലിയർ ആയി. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. സോ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ 1 ഡേ എന്തായാലും പോകും. ലേശം ഒരു മോഡറേറ്റ് ലൈറ്റ് യൂസേജ് ആണെങ്കിൽ 1.5 ദിവസം നന്നായിട്ട് പോകും, ഒരു ഇഷ്യൂ ഇല്ല. ഇനി ഒരു ദിവസം പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം 30 വാട്ടിൻ്റെ OnePlusൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്, വാർപ്പ് ചാർജർ. സോ അത് വെച്ച് പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. സോ ബാറ്ററി ആൻഡ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ബാറ്ററി ആൻഡ് നമ്മുടെ ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കൊരു ഇഷ്യൂ ഇല്ല. ഓക്കെയാണ്, 1 ഡേ ബാറ്ററിയാണ്, 1 ഡേ 1.5 ഡേ ബാറ്ററിയാണ്. സോ നോ ഇഷ്യൂസ്. സിംഗിൾ സ്പീക്കേഴ്സാണ് OnePlus നോഡിൽ വരുന്നത്. ഓക്കെ, ഗുഡാണ്, വെരി ഗുഡ് സ്പീക്കർ എന്ന് പറയാൻ പറ്റില്ല, ഗുഡ് സ്പീക്കറാണ്. അത്രയും ലൗഡ് ആവുന്നില്ല, പ്ലസ് ബേസും കുറവാണ്. സോ ഭയങ്കര ഒരു തമ്പിങ് ബേസ് ഉണ്ടല്ലോ, നമ്മൾ ബേസിൻ്റെ ബീറ്റ്സ് ഒക്കെ പറയാറുണ്ട്, ആ ഒരു ബീറ്റില്ല, അത്രയും ബേസ് കുറവാണ്. മിഡും ട്രെബിളും, സോ ആ ഒരു മിഡും ട്രെബിളാണ് കൂടുതലായിട്ട് കേൾക്കാൻ കഴിയുന്നത്. സോ ആ ഒരു വോക്കൽസ് ഒക്കെ ക്ലിയർ ആണ്. സോ വോക്കൽസ് ഒക്കെ വരുമ്പോൾ അത് ക്ലിയർ ആണ്. പക്ഷേ ബാക്കിലുള്ള ഒരു ഡ്രംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെറുതായിട്ട് വോളിയം കുറവായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ 20,000 താഴെയുള്ള ഫോൺസിൽ പോലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പ്ലസ് വലിയൊരു സംഭവമാണ്, ഇതിൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ ഇല്ല. സോ നോ ഹെഡ്ഫോൺ ജാക്ക്, ഡോങ്കിളും കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ ആകെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഈ ഒരു USB Type-C പ്ലഗ് പോയിൻ്റ് ഉള്ള ഒരു ഇയർഫോൺ മേടിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല TWS മേടിക്കുക. ആ 2 ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുള്ളൂ. ഏത് ഫോണായാലും അതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെങ്കിൽ ഞാനതൊരു കുറവായിട്ടാണ് കാണുന്നത്. സ്പെഷ്യലി 25,000 താഴെയുള്ള ഒരു ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കണം, ഹെഡ്ഫോൺ ജാക്കിൻ്റെ. പിന്നെ നെറ്റ്വർക്കിൻ്റെ സൈഡിൽ നിന്ന് ഇഷ്യൂസ് ഒന്നും ഇല്ല. 4G+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, നല്ലൊരു ഫീച്ചറാണ്. അതിൻ്റെ അർത്ഥമാണ് അപ്പോൾ ഒരു ടവറിൽ നിന്ന് ഒരു സിഗ്നൽ അല്ലാതെ മൾട്ടിപ്പിൾ സിഗ്നൽസ് പിടിക്കാൻ പറ്റും. ഇതിൽ 2 എണ്ണം പറ്റും. സോ 2 സിഗ്നൽസ് പിടിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പം കൂടുതൽ ഡൗൺലോഡ് സ്പീഡ് കിട്ടും. അതിനാണ് കാരിയർ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അത് ഇതിൽ സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു 5G ഫോണാണ്, പക്ഷേ ഇപ്പം ചുറ്റും 5G ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ 4G മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഫൈനലി നമുക്ക് നോക്കാം OnePlus നോട് നിങ്ങൾ മേടിക്കണോ വേണ്ടയോ എന്നും.
ഇതൊരു വളരെ ഡിഫിക്കൽട്ടായ റിവ്യൂ ആണ്. കാരണം എനിക്ക് അങ്ങനെ മോശമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നല്ല ഫോൺ തന്നെയാണ്, അങ്ങനെ മോശമായ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ക്യാമറയിൽ ചെറിയ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം എനിക്ക് ഒരു എക്സ്പീരിയൻസിൽ ഒരു മോശമായൊരു ഫീൽ അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റ് ഫീൽ ഒന്നും കിട്ടിയില്ല. ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ബാക്കിയെല്ലാം ഡിസൈൻ ബിൽഡ് ആയാലും കോമ്പാക്ട് ഡിസൈനാണ്, അതൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ഫോണാണ് എന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിനേക്കാളും ബെറ്റർ ഫോൺസ് ഉണ്ട്. നമ്മളെല്ലാം വേറെ മേഖലകൾ എടുത്താൽ അതിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ബെറ്റർ ഫോൺസ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ വളച്ച് കെട്ടാതെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരാം. സോ പ്രധാനമായി ഈ 4 പോയിന്റുകൾ നോക്കിയാൽ മതി. നല്ല ഡിസ്പ്ലേ ഉണ്ട്, സ്മൂത്ത് പെർഫോമൻസ് ആണ്, ഓക്സിജൻ വോയിസിൻ്റെ സപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ എൻ്റെ ബിൽഡ് കോമ്പാക്റ്റ് ബിൽഡാണ്. ഇതൊക്കെ വേണമെങ്കിൽ OnePlus Nord നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. താഴെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളൊരു OnePlus Nord യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.